ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഊണ് കഴിക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. കുട്ടി അടുത്ത് വന്ന് ഒന്നും കഴിക്കാതെ ഓടി നടക്കുകയാണ്. ഇടയ്ക്കിടെ വാശി പിടിച്ച് കരയുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ഷമ നശിക്കും. ഒടുവിൽ നമ്മൾ ആ ഫോൺ എടുത്ത് യൂട്യൂബിൽ ഒരു കാർട്ടൂൺ വെച്ച് കൊടുക്കുന്നു. അത്ഭുതം! അത്രയും നേരം ബഹളമുണ്ടാക്കിയ കുട്ടി ഉടൻ തന്നെ അടങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഓ, ഒടുവിൽ കുറച്ച് സമാധാനം കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ച് നമ്മളിത് തുടരുകയും ചെയ്യുന്നു. ഇത് ഒരു ദിവസം 2, 3, 4 എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യം കൊടുക്കുകയും ഇത് കുട്ടിക്കൊരു ശീലമാവുകയും ചെയ്യും. ഭക്ഷണം കഴിക്കാൻ ഫോൺ വേണം, ഉറങ്ങാൻ ഫോൺ വേണം, കരയുമ്പോൾ ഫോൺ വേണം. 6 മാസം കഴിയുമ്പോഴേക്കും ആ കുട്ടി ഫോണില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല എന്നൊരു അവസ്ഥയിലേക്ക് കൂടി എത്തുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുന്നേ അച്ഛ, അമ്മ എന്നൊക്കെ വിളിച്ചിരുന്ന കുട്ടി ഇപ്പോൾ അത് വിളിക്കാതെയാകുന്നു, മുഖത്തേക്ക് നോക്കാതെയാകുന്നു, പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരൻസുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇതുപോലുള്ള നിരവധി കഥകൾ ദിവസവും പല രക്ഷിതാക്കളിൽ നിന്നും ഞാൻ കേൾക്കാറുണ്ട്. പല അമ്മമാരും കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എന്നോട് പറയാറുമുള്ളത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീടുകളിൽ പടർന്നു പിടിക്കുന്ന വലിയൊരു പകർച്ചവ്യാധി തന്നെയാണിത്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിർച്വൽ ഓട്ടിസം എന്ന വളരെ ഗൗരവമുള്ള വിഷയത്തെക്കുറിച്ചാണ്. എന്താണിത്? ഇത് നമ്മുടെ കുട്ടിക്ക് ഉണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാം? ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാമാണ് ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിർച്വൽ ഓട്ടിസം എന്നാൽ യഥാർത്ഥ ഓട്ടിസം അല്ല. ഓട്ടിസം സ്പെക്ട്രം എന്നുള്ളത് ജനിക്കുമ്പോൾ തന്നെയുള്ളൊരു അവസ്ഥയാണ്. എന്നാൽ വിർച്വൽ ഓട്ടിസം എന്നുള്ളത് അമിതമായി മൊബൈൽ സ്ക്രീൻ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് സമാനമായ ഒരു അവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് ജനിക്കുമ്പോൾ ഒരു വൈറ്റ് ബോർഡ് പോലെയാണ്. ആ തലച്ചോറിന് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? ചുറ്റുമുള്ള മനുഷ്യരുടെ സാന്നിധ്യം, അമ്മയുടെ മുഖം, അച്ഛൻ്റെ ചിരി, ശബ്ദം, നമ്മളൊക്കെ അവരെ തൊടുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ അവർക്കൊരു സ്ക്രീൻ കൊടുക്കുമ്പോൾ ആ തലച്ചോറിന് ലഭിക്കുന്നത് അതിവേഗം മാറുന്ന ചിത്രങ്ങളും തിളക്കമുള്ള നിറങ്ങളും വലിയ ശബ്ദങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ തലച്ചോറിനെ അതിവേഗം ഉത്തേജിപ്പിക്കും. അതായത് നന്നായി സ്റ്റിമുലേഷൻ നൽകും. ഒരിക്കൽ ഈ സ്ക്രീനിൻ്റെ വേഗതയ്ക്ക് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് അമ്മ സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നത് ആ തലച്ചോറിന് വലിയ ബോറടിയായി തോന്നും. അവിടെയാണ് കുട്ടി പ്രതികരിക്കാതിരിക്കുന്നത്. യൂറോപ്പിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത്, ദിവസവും 4 മണിക്കൂർ കൂടുതൽ സ്ക്രീൻ കണ്ട 2 മുതൽ 3 വയസ്സുകാരിൽ വെർച്വൽ ഓട്ടിസം ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടു എന്നാണ്. എന്നാൽ അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ? സ്ക്രീൻ ടൈം കുറച്ചപ്പോൾ അതിലെ 80% കുട്ടികളിലും ഈ ലക്ഷണങ്ങൾ കുറഞ്ഞു വരികയും അവർ പഴയ രീതിയിലേക്ക് മാറി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഈ ലിസ്റ്റ് കേൾക്കുമ്പോഴേ നിങ്ങൾ ഒരിക്കലും പാനിക് ആകരുത്. 1, 2 ലക്ഷണം മാത്രമുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഒന്നിലധികം ലക്ഷണങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമതായി, മുഖത്ത് നോക്കാതിരിക്കുക. നേരത്തെ നിങ്ങളെ നോക്കി ചിരിച്ചിരുന്ന കുട്ടി ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നില്ല. രണ്ടാമതായി, പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. സ്ക്രീൻ ഉപയോഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കുട്ടിയെ നമ്മൾ വിളിക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ 2 വയസ്സായിട്ടും 50 വാക്കുകൾ പറയുന്നില്ല, 2 വാക്കുകൾ ചേർത്ത് പറയുന്നില്ല എന്നിവയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് കാണുക. ഒരു വീഡിയോയിലെ ഒരേ സീൻ തന്നെ വീണ്ടും വീണ്ടും കാണുക. ഒരേപോലുള്ള കളികൾ വീണ്ടും വീണ്ടും കളിക്കുക. അതുപോലെ ഇനി സ്ക്രീൻ ഇല്ലാത്തപ്പോൾ അമിതമായ ദേഷ്യം കാണിക്കുക. ഫോൺ മാറ്റി കഴിഞ്ഞാൽ കടുത്ത ദേഷ്യം, അലറിക്കരയുക, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ. ഇനിയുള്ളത് കളികളിലെ ഭാവനയില്ലായ്മയാണ്. ഒരു കളിപ്പാട്ടം കൊടുത്താൽ അതുകൊണ്ട് സ്വന്തമായി കളിക്കാനുള്ള അറിവോ ക്രിയേറ്റിവിറ്റിയോ ഒന്നും ഇല്ലാതിരിക്കുക. ഇനി ഞാനൊരു കഥ പറയട്ടെ. കഥയല്ല, ശരിക്കും നടന്നൊരു സംഭവം കൂടിയാണിത്. അടുത്തിടെ ഒരു അമ്മ എന്നോട് പങ്കുവെച്ചാണ്, സാർ, എൻ്റെ മകന് 1.5 വയസ്സായപ്പോൾ ഞാൻ ജോലിക്ക് തിരിച്ചു പോയി. ആ സമയത്ത് അവനെ ഭക്ഷണം കഴിപ്പിക്കാനും ഉറക്കാനുമൊക്കെ ഞങ്ങൾ മൊബൈലിൽ പാട്ടുകൾ ഇട്ട് കൊടുത്തു. 2.5 വയസ്സായപ്പോഴേക്കും അവനൊരു വാക്കുപോലും സംസാരിക്കാതെയായി. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് ഉടൻ തന്നെ മൊബൈൽ ഫോൺ നിർത്താനാണ്. 1 മാസം വലിയ ബഹളമായിരുന്നു.
വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഫോൺ നിർത്തിയത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോഴൊക്കെ അവൻ അമ്മ, അച്ഛൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങി എന്നുള്ളത്. ഇത് ഒരു അമ്മയുടെ മാത്രം കഥയല്ല. നമ്മളാരും ബോധപൂർവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഗൈഡുകളോ പുസ്തകങ്ങളോ ഒന്നും പാരൻറ്റിങ്ങിൽ ലഭ്യമല്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് നമുക്കിതെങ്ങനെ മാറ്റം വരുത്താം എന്ന് നോക്കാം. ഫോണൊക്കെ നമുക്ക് പിടിച്ചു വാങ്ങാം, പക്ഷേ പകരം കുട്ടിക്ക് എന്ത് കൊടുക്കും? ഇതാണ് എല്ലാ രക്ഷിതാക്കളും ചോദിക്കുന്നത്. പ്രായത്തിനനുസരിച്ചുള്ള ചില ഐഡിയകൾ ഞാനിവിടെ പറഞ്ഞു വെക്കട്ടെ. ജനനം മുതൽ 1 വയസ്സ് വരെ ഈ പ്രായത്തിൽ കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും നല്ല കളിപ്പാട്ടം നമ്മുടെ മുഖവും നമ്മുടെ ശബ്ദവുമാണ്. പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ണാടി അവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുക. സ്വന്തം മുഖം നോക്കി അവർ സമയം കളഞ്ഞോളും. ഇനി 1 മുതൽ 2 വയസ്സ് വരെ വാട്ടർ പ്ലേ. വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും 2 കപ്പുകളും കൊടുക്കുക. 20 മിനിറ്റ് അവർ ഒറ്റയ്ക്ക് കളിച്ചോളും. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലൊരു സംവിധാനം അവർക്ക് ഒരുക്കി കൊടുക്കുക. 2 മുതൽ 3 വയസ്സ് വരെ പ്ലേഡോയോ മറ്റു വസ്തുക്കളോ നൽകിക്കൊണ്ട് അവരോട് നമ്മുടെ അതേ ജോലികൾ തന്നെ ആവർത്തിക്കാൻ പറയുക. പത്തിരി ഉണ്ടാക്കുമ്പോൾ അവരെ കൊണ്ട് പത്തിരി ഉണ്ടാക്കിക്കാനും, നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ അവരോട് ചപ്പാത്തി ചുടാനും പറയുക. അവരൊരു അരമണിക്കൂറൊക്കെ ഇത്തരം കളികളിൽ ഏർപ്പെടും. ഇനി 3 മുതൽ 5 വയസ്സ് വരെ പ്രിറ്റൻഡ് പ്ലേ സെറ്റുകളാണ് ഈ പ്രായത്തിൽ നൽകേണ്ടത്. ഡോക്ടർ സെറ്റ്, കിച്ചൺ സെറ്റ്, അതുപോലെ പല സെറ്റുകളും നമുക്ക് വാങ്ങാൻ കിട്ടും. കുട്ടിയുടെ താല്പര്യവും അഭിരുചിക്കും അനുസരിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായത് മാറ്റി നൽകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം കുട്ടികളെ മണ്ണിലേക്കും പ്രകൃതിയിലേക്കും ഇറക്കുക എന്നുള്ളതാണ്. പ്രകൃതിയാണ് ഏറ്റവും വലിയ കളിത്തൊട്ടിലും വിദ്യാഭ്യാസ കേന്ദ്രവും. ഇനി പെട്ടെന്നൊരു ദിവസം സ്ക്രീൻ നിർത്തിയാൽ കുട്ടി കിടന്നുരുണ്ട് കരയും. അതൊരു അഡിക്ഷനായി മാറുന്നതിൻ്റെ ലക്ഷണം കൂടിയാണിത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ കുട്ടികളെ പതുക്കെ പതുക്കെ സ്ക്രീൻ അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കാം. ഒന്നാമതായി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിർത്തരുത്. ആദ്യത്തെ ആഴ്ച 30 മിനിറ്റ് കുറക്കുക, അടുത്ത ആഴ്ച വീണ്ടും 30 മിനിറ്റ് കുറക്കുക, അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. രണ്ടാമതായി ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കൊടുക്കുന്നതിന് പകരം പ്ലേറ്റിനെടുത്ത് വെക്കാവുന്ന സെക്ഷൻ കപ്പുകളോ ടോയ്സുകളോ അല്ലെങ്കിൽ ഫോണിൽ ചെയ്തിരുന്ന ജോലി മറ്റൊരു കളിപ്പാട്ടത്തിന് നമ്മൾ നൽകാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, പുറത്ത് കളിക്കുന്ന സമയം കൂട്ടിക്കൊണ്ടുവരിക. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ കുട്ടികളെ പുറത്ത് കളിക്കാൻ അനുവദിക്കുക. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ ഒരു കാര്യം കൂടി നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ. സ്ക്രീൻ കുറച്ചാൽ തീർച്ചയായും മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയാണ് വിർച്വൽ ഓട്ടിസം. 3 മുതൽ 6 മാസം വരെ പരിശ്രമിച്ചാൽ മിക്ക കുട്ടികളിലും മാറ്റവും കാണാം. പക്ഷേ സ്ക്രീൻ ടൈം കുറച്ചിട്ടും ഈ ലക്ഷണങ്ങൾ മാറുന്നില്ല, അല്ലെങ്കിൽ 18 മാസമായിട്ടും അമ്മേ അച്ഛ എന്നൊന്നും വിളിക്കുന്നില്ല, മുഖത്തൊട്ടും നോക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ ഒരു RCI അപ്രൂവ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അസസ്മെൻ്റ് എടുക്കുകയും ഏർലി ഇൻ്റർവെൻഷൻ ആരംഭിക്കുകയും ചെയ്യുക. ഇനി ഞാനൊന്ന് പറയട്ടെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറ്റബോധം തോന്നരുത്. ഒരു തിരക്കുള്ള ദിവസത്തിൽ ഫോൺ കൊടുത്തത് കൊണ്ട് നിങ്ങളൊരു മോശം രക്ഷിതാവാവുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നാളെ ഒരു ചെറിയ മാറ്റം വരും. സ്ക്രീൻ ടൈം ഒരു 15 മിനിറ്റ് കുറക്കുക, ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കളിക്കുക. ആ ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാനൊരു സ്ക്രീൻ ഫ്രീ ആക്ടിവിറ്റി കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ താഴെ സ്ക്രീൻ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ DM ചെയ്യുന്നതായിരിക്കും. സ്ക്രീൻ ടൈം അല്ലാതെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് ആക്ടിവിറ്റികൾ എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്താൽ അതൊരു ഉപകാരമായിരിക്കും. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.